വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ അംബാസിഡറിന് തുല്യമായ പദവി തിരുവനന്തപുരം MP ശശി തരൂരിന് വാഗ്ദാനം ചെയ്യാൻ കോൺഗ്രസ് നേതൃതലത്തിൽ ആലോചന. അടുത്തിടെയായി കേരളത്തിലും ഡൽഹിയിലും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസ് അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. 4 തവണ തിരുവനന്തപുരം MP ആയ ശശി തരൂരിന് കൂടുതൽ റോള് നൽകാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടെയാണ് നേതൃതലത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ അംബാസിഡറിന് തുല്യമായ പദവി വാഗ്ദാനം ചെയ്ത് തരൂരിനെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് നേതൃതലത്തിൽ ചർച്ച നടന്നു വരുന്നതായി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്നും അവർ പറഞ്ഞു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തലത്തിൽ ആഭ്യന്തര ഐക്യം പുനഃസ്ഥാപിക്കാൻ മുതിർന്ന നേതാക്കൾ പരിശ്രമിച്ചു വരികയാണ്. രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ശശി തരൂരും AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇതിന് സൗകര്യമൊരുക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്തതായും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. പ്രാരംഭഘട്ടത്തിൽ ഇവയെല്ലാം സെൻസിറ്റീവായിട്ടുള്ള കൂടിയാലോചനകളാണ്. എല്ലാവരും ഇത് പരസ്യമായി നിഷേധിക്കും. പക്ഷേ നിഷേധങ്ങളുടെ തീവ്രത തന്നെ ചർച്ചകളുടെ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്. ഡിസംബർ 27-ന് ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും സുൽത്താൻ ബത്തേരിയിൽ നടന്ന 2 ദിവസത്തെ KPCC നേതൃത്വ ക്യാമ്പിലും ശശി തരൂർ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് പാർട്ടിയുമായി യോജിച്ചു പോകാൻ ശശി തരൂർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. KPCC നേതൃത്വ ക്യാമ്പിൽ സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനാണ് ശശി തരൂർ ശ്രമിച്ചത്. അത് പാർട്ടി ലൈൻ വിട്ടുവെന്ന് ആരാണ് പറഞ്ഞത്? വിവിധ വിഷയങ്ങളിൽ എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചപ്പോഴും മിക്ക കാര്യങ്ങളിലും പാർട്ടിയും ഞാനും ഒരേ നിലപാടിലാണ്. തിങ്കളാഴ്ച വയനാട് ക്യാമ്പിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ നേതൃത്വവുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന തരത്തിലുള്ള ശരീരഭാഷയാണ് ശശി തരൂർ പ്രകടിപ്പിച്ചത്.